പിന്നെ കിട്ടത്തില്ല. എന്ത് സാധനം? എന്നെ തല്ലരുത്. മക്കളെ കൂടാതെ മുളയരി, ചാമിയരി, ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നെങ്കിൽ തെന്മല ഡാമിന്റെ കണ്ടി കിട്ടുന്നത് കാട്ടുള്ളി തൈലം എന്ന് പറഞ്ഞേക്കണം. വയനാടൻ കാട്ടുള്ളി തെന്മല ആഗ്രഹമാർഗം ഈ സാധനം കിട്ടും. വിശ്വസ്തം, പരിശുദ്ധം, സുതാര്യം. ഹായ് ഗൈസ്, സജനാണ്. സോ നമ്മൾ ഇന്നൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര പ്രീ പ്ലാൻഡ് ഒന്നും അല്ല, ജസ്റ്റ് ഒറ്റ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്ത് നമുക്ക് പോകാനായിട്ട് ഏകദേശം അടുത്തുള്ള സ്ഥലം തന്നെയാണ്. നിങ്ങൾക്ക് അറിയാം, എന്നാലും പറയാം. തെന്മല. നമ്മളിവിടെ പൊന്മുടി അടുത്തുണ്ടായിരുന്നു. ബാക്കി കുറേ എന്താ പറയുക, ടൂറിസ്റ്റ് സ്പോട്ടുകളായിട്ടുള്ള സ്ഥലങ്ങൾ കുറച്ചൊക്കെ അടുത്തുണ്ട്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ ഏകദേശം ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ തെന്മലയ്ക്ക് പോയിട്ടില്ല. തെന്മല ആക്ച്വലി ട്രിവാൻഡ്രത്തല്ല, ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണുള്ളത്. ട്രിവാൻഡ്രത്തല്ല, കൊല്ലത്താണ്. ഇവിടുന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സ് അടുത്തുണ്ട്. പക്ഷെ നമ്മൾ കുറേ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ അങ്ങോട്ടുള്ള വഴികളും കുറച്ച് എന്താ പറയുക, ഒരു ആർച്ച് ബ്രിഡ്ജൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കുറേ ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ അതുവഴി ഒന്ന് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും തെന്മല എക്കോ റിസോർട്ട്, തെന്മല എക്കോ ടൂറിസം, തെന്മല അഡ്വഞ്ചർ, അങ്ങനെയൊക്കെ കുറേ അധികം കാര്യങ്ങൾ ആ വഴിക്കുണ്ടെന്ന് മനസ്സിലായി. സോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ട്രൈ അങ്ങനെ ഒരു സാധനം വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു. വേറൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഇന്ന്, പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി ക്യാൻസലായി. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഫെബ്രുവരി 14 അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ യെസ്, നമ്മൾ ഓൾമോസ്റ്റ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലായിടത്തേക്ക് വെച്ചു. വൈഫ് അവിടെ ഉണ്ട്. എന്തോ പാട്ടിൻ്റെ ഡാൻസ് കളിക്കാൻ തോന്നുന്നു. അപ്പോൾ നമ്മളൊരു വെള്ളം കുപ്പിയും കൂടെ ഒക്കെ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് അധികം പുറത്തുനിന്ന് വെള്ളം വാങ്ങാറില്ല, ഹെൽത്തി എന്ന് പറയും. എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ കഴിയും. ടിപ്പിക്കൽ IT ലൈഫ്. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ഒരു 8 മണിക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല. സമയം 10:15 ഗൈസ്. എന്താണ് ലേറ്റ് ആയതെന്ന് മനസ്സിലാകാത്തവരോട് പറയുകയാണ്, ഒരു കല്യാണം കഴിക്കും ഗൈസ്, എല്ലാം മനസ്സിലാവും. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങാൻ പോവാണ്. യെസ്, ബാഗ് റെഡിയാണ്. ഡോറയുടെ പ്രയാണം. ഓക്കെ, വൈഫ് ഷോർട്സിനുള്ള റീൽസിനുള്ള പരിപാടികളൊക്കെയാണ്. അപ്പോൾ ഇതാ കിടക്കുന്നു നമ്മുടെ വണ്ടി. ഫുഡ് വേസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് സെറ്റാക്കാൻ ആ ഒരു ടൈമിലേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം. വണ്ടിക്ക് ചുറ്റും ക്യാമറ ഉണ്ടെങ്കിലും വണ്ടിക്ക് ചുറ്റും കണ്ണാടി ഉണ്ടെങ്കിലും അഭിനയ AP ടു ദ റെസ്ക്യൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു 10:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:35 അടുത്തായിട്ടുണ്ട്. അപ്പോൾ മാപ്പൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോൾ കാണിച്ചേക്കുന്നത് ഫസ്റ്റ് നമ്മൾ തെന്മല എക്കോ ടൂറിസം ആ ലൊക്കേഷനാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ 6 മിനിറ്റാണ് കാണിച്ചേക്കുന്നത്. നമ്മൾ 12:45 എത്തുമെന്ന് പറയുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ കാണാം. ഗൈസ്, നമ്മളിപ്പോൾ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടുന്ന് കോയിക്കൽ പാലസ് എന്ന് പറഞ്ഞിട്ടൊരു പാലസ് കൂടെ കണ്ടു പോകാന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയത്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങാനായിട്ട് കുറച്ച് താമസിച്ചത് കൊണ്ട് നമുക്കത് സ്കിപ്പ് ആക്കേണ്ടി വന്ന്. ഒരു 2 മണിക്കൂർ നമ്മൾ ലേറ്റ് ആയിരുന്നു അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും. അപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനി അവിടെ എത്ര മണിയാ, 4 മണി 5 മണിയോ അങ്ങനത്തെ വരെ ഉള്ളതാണ് തോന്നുന്നത് ഈ തെന്മലയിൽ. അപ്പോൾ അത് മിസ്സാവണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ അത് സ്കിപ്പാക്കി പോയിക്കൊണ്ടിരിക്കണതാണ്. ഓക്കെ, നെടുമങ്ങാട് പാസ് ചെയ്ത് കുറച്ച് മാറി കഴിയുമ്പോൾ തന്നെ പൊന്മുടിക്കും തെന്മലയ്ക്കുമായിട്ട് ഒരു ഡൈവേർഷൻ ഉണ്ട്. ആ ഡൈവേർഷനിൽ നിന്ന് തെന്മലയ്ക്ക് റൂട്ട് കയറി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇതുപോലുള്ള റോഡുകളാണ് നമുക്ക് കാണാൻ പറ്റുക. നമ്മൾ വീഡിയോസിനകത്തൊക്കെ കാണുന്ന പോലെ ഭയങ്കര പച്ചപ്പൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള തെന്മല ഡാമിലേക്ക് എത്തിയിട്ടുണ്ട്. കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന് അണ്ടറിലാണ് ഇത് വരുന്നത്. ഇവിടെ വെച്ചാണ് നമുക്ക് ഇൻട്രോയിലുള്ള ആളെ കിട്ടിയത്.
അത് പുറകെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. കയറി വരുന്നിടത്ത് തന്നെ ഉൽപ്പന്നങ്ങളുടെയും അംഗീകൃത വിതരണം. കൃഷ്ണ അഗ്രോ മാർക്കറ്റിംഗ്. വിശ്വസ്തം, പരിശുദ്ധം, സുതാര്യം. ഒരു കാട്ടുള്ള തൈലം എക്സ്പീരിയൻസ് ചെയ്ത. ഓക്കെ, കുട്ടികൾക്ക് 5 രൂപയും പിന്നെ മുതിർന്നവർക്ക് 10 രൂപയാണ്. പിന്നെ കാർ പാർക്കിങ്ങിനൊരു 10 രൂപ എക്സ്ട്രാ കേട്ടോ. സോ ടോട്ടൽ നമുക്ക് 30 രൂപയാണ് അയക്കുന്നത്. നമ്മൾ കയറി വരുന്നിടത്ത് അവിടെ ആയിട്ട് നമ്മളുടെ പേര്, ഡീറ്റെയിൽസ്, എവിടെ നിന്നാണ് വരുന്നത്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് റോഡ് സൈഡിൽ നിന്ന് കാണാം ഈ കല്ലാർ ഡാം എന്നുള്ളത് കാണാം. അപ്പം എന്തായാലും ട്രിപ്പാണല്ലോ, അപ്പോൾ കയറി ഇറങ്ങി മൊത്തം കണ്ടുപോകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് വരുന്ന വഴിക്ക് തന്നെ ഇവിടെ കയറുമ്പോൾ തന്നെ വെൽക്കം ഫൗണ്ടൈൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു പോയിന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓക്കെ ഇതാണ് വെൽക്കം ഫൗണ്ടൈൻ. ഈ കാണിച്ചേക്കുന്ന സംഭവം ഇപ്പോൾ വെള്ളം ഇല്ലാതിരിക്കുന്നില്ലേ, ഇതാണ് വെൽക്കം ഫൗണ്ടൈൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഗൈസ്, കല്ലട ഡാമിലെ നമ്മൾ ഇറങ്ങി കയറി വരുമ്പോഴത്തേക്കാണുള്ള വ്യൂ ആണിത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഡാം കാണാം. അതിനകത്ത് ഒരു ഷട്ടർ തുറന്നിട്ടിട്ടുണ്ട് മീൻസ് ചെറുതായിട്ട് അതുവഴി വെള്ളം പോകുന്നുണ്ട്. കാണുന്നുണ്ടോയെന്നറിയില്ല. യെസ്, വന്ന സമയത്തിൻ്റെയാണ്. നട്ടുച്ചയ്ക്ക് ഇവിടെ ഏകദേശം എത്ര കറക്റ്റ് 1 മണി. കറക്റ്റ് 1 മണി 18 സെക്കൻഡ്. നമ്മൾ ആ ടൈമിലാണ് വന്നേക്കുന്നത്. ആക്ച്വലി നല്ല വ്യൂ ഉണ്ട് ഇവിടെ, പക്ഷേ ചൂട് കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളമൊക്കെ നല്ല പച്ച കളർ. രക്ഷയില്ല ഗൈസ്, രക്ഷയില്ലാത്ത വെയിലാണ്. എൻ്റെ അമ്മേ. ഡാമിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതുവഴിയാണ് നമ്മൾ ആക്ച്വലി വ്യൂ പോയിന്റിലേക്ക് പോവുക. ഈ വഴി നമ്മൾ മുകളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഡാമിൻ്റെ മുകളിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വന്ന സമയം ശരിയല്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ആ ഉദ്യമം വേണ്ടെന്ന് വെക്കുകയാണ്. കരിഞ്ഞു പോവാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര വില. വീണ്ടും തീരുമാനം മാറ്റി ഗൈസ്. ഇവിടം വരെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇത് കാണാതെ പോയിട്ട് പിന്നെ നഷ്ടമായി തോന്നിയാലോ. അതുകൊണ്ട് ഡാമിൻ്റെ മണ്ടയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട് കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് മുകളിലേക്ക് വന്നപ്പോൾ തൊട്ട് നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് അധികം ചൂടത് ഇങ്ങനെ ഫീലാവുന്നില്ല. നടന്ന് പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ ചെറിയ സെറ്റപ്പുകൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് ഇരിക്കാനായിട്ട്. വളരെ മികച്ച ഒരു തീരുമാനം. ഡാമിന് മുകളിലേക്കുള്ള വഴി, ഡാമിലേക്ക് ഗാലറിക്കുള്ള വഴി. ഇതിനകത്ത് നമുക്ക് വിഷമം തോന്നുന്നൊരു കാര്യമുണ്ട് കണ്ടോ. ഇതിൽ മൊത്തം ബോർഡിൽ മൊത്തം പേരൊക്കെ എഴുതി വെച്ചേക്കണേണ് ആൾക്കാർ. അങ്ങനെ ചെയ്യല്ലേ ഗൈസ്, അത് ആക്ച്വലി മോശമാണ്. മുകളിലേക്ക് കയറുന്നോ? ഗാലറി വേണോ ടോപ്പ് വേണോ? അവസാനം നമുക്ക് ആ തീരുമാനം എടുക്കേണ്ടി വന്നു ഗൈസ്. നമ്മൾ കയറിയില്ല. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇതുണ്ടോ, അത് ഈ തൊപ്പി വെച്ചേക്കുന്നുണ്ടോ, മനസ്സിലാത്തതുണ്ടോ? ഇതാണ് അവസ്ഥ. ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പം കാണാൻ പറ്റില്ല, കത്തിരിക്കും. അവൻ്റെ അമ്മേ, അമ്മാതിരി പേര്, ഒരു രക്ഷയില്ല. നമ്മുടെ പ്രശ്നമാണ്, ലൈറ്റായി പോയാൽ നമ്മുടെ പ്രശ്നമാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ഇനിയൊരു സാഹചര്യത്തിൽ സെറ്റാക്കുന്നതായിരിക്കും. നമ്മൾ ഇവിടുത്തെ പരിപാടിയൊക്കെ മതിയാക്കി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. യെസ് ഗൈസ്, കല്ലട ഡാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നമ്മൾ ഇറങ്ങുന്ന ഇടയ്ക്ക് പീസ്ഫുള്ളായിട്ട് മേളിലൊരു ടീം ഇരിപ്പുണ്ട്. ബൈ ഗൈസ്. ഒരു വിറ്റുണ്ട്. നമ്മൾ ആക്ച്വലി ഡാമിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല വെയിലായിരുന്നല്ലോ. അപ്പം 2:30 അടുത്താവാനായി. ഫുഡ് കഴിക്കേണ്ട വിശന്ന് പണ്ടറങ്ങിയിരിക്കണമായിരുന്നു. അപ്പം ഹോട്ടലൊക്കെ തപ്പി വരുമ്പോൾ ഇവിടെ അങ്ങനെ നല്ല ഹോട്ടലുകളൊന്നും കാണുന്നൊന്നുമില്ല. അപ്പം ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു അമ്പലത്തിൽ
അന്നദാനം നടക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് പുള്ളിയോട് ചോദിച്ചു എന്താ പരിപാടി ചോദിച്ചപ്പോൾ അന്നദാനമാണ്, സാപ്പാടെന്ന് പറഞ്ഞത്. തമിഴ്നാട് സൈഡും കൂടെ ഉണ്ടല്ലോ കുറച്ച്, അപ്പോൾ സാപ്പാടെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കൂടെ കഴിച്ചു, ഓ പിന്നെ എന്നാ കഴിക്കാം, നമ്മൾ നൈസായിട്ട് കഴിച്ചു നോക്കാം. ഫുഡ് കിട്ടി ഗൈസ്. ഇവിടുത്തെ സാമ്പാറും പുളിശ്ശേരിയൊക്കെ തീർന്നു. ഇവിടെ വെച്ച് കുറച്ച് നേരത്തെ വരാൻ പാടില്ലായിരുന്നു. കറക്റ്റ് എന്താ പറയുക, കറക്റ്റ് പ്രോപ്പർ അന്നദാനം. അത് ഈ ഒരു സെറ്റപ്പിലാണ് മൊത്തം ചെയ്തേക്കുന്നത്. എവിടെയാണ് ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്തേക്കുന്നത്. അതിൻ്റെ അങ്ങനെ മൂലിക്കായിട്ട് മറ്റേ സ്റ്റേജൊക്കെ കെട്ടിട്ടുണ്ട്, പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം കഴിഞ്ഞൊരു ടൈമിലാണ് നമ്മൾ എത്തിയത്. അങ്ങനെ നമ്മൾ അന്നദാനം കഴിച്ചു. അത്യാവശ്യം കറികളൊക്കെ കണ്ടല്ലോ, അത്യാവശ്യം ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞ സാമ്പാറും ഇതൊക്കെ തീർന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നാലും ഉള്ളത് കൂട്ടി കഴിക്കാണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു വേറെ വൈബ്, രസമായിരുന്നു. അപ്പം നമ്മളത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ആക്ച്വലി ഇറങ്ങി നമ്മൾ തിരിച്ച് വണ്ടിയിൽ കയറി. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഒരു ആർച്ച് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഏറ്റവും ആദ്യം ഇൻട്രോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബ്രിഡ്ജ്. അപ്പം ഇനി അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേ ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക്, സ്റ്റേ ചെയ്യാനായിട്ട് ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്ക്, തെന്മല ഹെറിറ്റേജ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ഓക്കെ, ഫോണിന്റെ ഗ്ലാസ് പൊട്ടി. ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, പക്ഷേ ഇങ്ങനെ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. നമ്മൾ കുറേ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു ബ്രിഡ്ജ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത്യാവശ്യം കൊള്ളാം. മേളിൽ കൂടെ റെയിൽവേ ട്രാക്കാണ്. നമ്മളിപ്പോൾ കണ്ട 13 ആർച്ച് ബ്രിഡ്ജിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമ്മൾ താമസിക്കുന്ന ഹെറിറ്റേജിലേക്ക് എത്തി. ഇതാണ് നമ്മൾ താമസിക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റേജ് പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ഭയങ്കര വലുതൊന്നുമല്ല. നോർമലി ഒരു 2 പേഴ്സൺ ഫാമിലിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പോലത്തെ റൂമാണ്. TV ഒക്കെ ഉണ്ട്. നോൺ AC റൂമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വേറെ അധികം ആഡംബരങ്ങളൊന്നുമില്ല, ജസ്റ്റ് എ റൂം. നമ്മളത് കഴിഞ്ഞ് ജസ്റ്റ് റൂമിന് പുറത്തേക്കൊന്ന് ഇറങ്ങി. സൈഡിൽ കൂടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാരണം നല്ല രസമാണ് എൻ്റെ സൈഡിൽ കൂടെ നടക്കാനായിട്ടൊക്കെ. ഒരു സെപ്പറേറ്റ് ഔട്ട് ഹൗസ് പോലെ ഒരു സ്ഥലം കൂടെ ഉണ്ട്. നമ്മൾ എനിവേസ് ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കാനായിട്ട് നല്ല രസമായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇവിടെ ഫുൾ ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ പേവ് ചെയ്തിട്ടുണ്ട്. രസമുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ തന്നെ കുറച്ച് ദൂരത്തേക്ക് മലകളൊക്കെയാണ് കാണുന്നത്. ക്ലൈമറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ ക്ലൈമറ്റ്, അല്ലാതെ മറ്റേ തണുപ്പാണ് എന്നുള്ള പറയത്തക്ക അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റേ ചെയ്യണ റൂമിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. പുറകിൽ കാണുന്ന പോലെ അത് ഒരു എന്താ പറയുക, ചുറ്റും നടക്കാനുള്ളൊരു സ്പേസുമായിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് റൂംസ് ഉള്ളത്. നമ്മൾ നടക്കുന്ന വഴിക്ക് ഓരോരോ റൂമൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടേക്കണതാണ്. ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ പിൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ല, റേറ്റ് വൈസ് ആണെങ്കിലും കുഴപ്പമില്ല. നമ്മളങ്ങനെ ചുറ്റുപാട് വീക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നോർമലായിട്ട് നമുക്ക് ആദ്യം എന്താ വേണ്ട, ഒരു ചായ. അപ്പോൾ ചായ കുടിക്കാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചങ്ങ് മാറി കഴിയുമ്പോൾ തന്നെ ചായക്കടയൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലമാണ്, നമ്മളൊന്ന് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി നോക്കാം. നമ്മളങ്ങനെ സത്യം മനസ്സിലാക്കി. നമ്മളിപ്പോൾ വന്നൊന്ന് തെങ്കാശിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ ഗൈസ്, നമ്മുടെയൊക്കെ നാട്ടിലെ പോലെ നോർമലി കാണുന്ന പോലെ അടുത്തടുത്ത് ചായക്കടകളൊന്നും ഉണ്ടായിരുന്നില്ല. സോ എന്തായാലും എനിവേസ് നമുക്ക് ഒരു ചായ കിട്ടുന്ന വരെ പോയി നോക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ മുന്നോട്ട് പോയി. പോകുന്ന വഴിക്ക് സ്കൈ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അങ്ങനെ ആകാശം കണ്ട് കുറേ പോയി, എന്നിട്ടും ചായക്കട വന്നില്ല. അവസാനം ചായ കിട്ടിയത് കേരള തമിഴ്നാട് ബോർഡറിൽ നിന്ന്. അപ്പം പറഞ്ഞ പോലെ ഒരു ചായ കുടിക്കാണ്ട് തെങ്കാശി വരെ പോയത്. തെങ്കാശിയല്ല, തമിഴ്നാട് റൂട്ടിലേക്കാണ് പോയത്. പക്ഷേ നമ്മളവിടെ പോലെയല്ല, ചായക്കടകൾ ഭയങ്കര കുറവ്. അങ്ങോട്ട് നമ്മൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ, നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 10 കിലോമീറ്റർ അടുത്ത് അങ്ങോട്ട് പോയി. എന്നിട്ട് ആര്യങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഒരു ചായയും കാപ്പിയും കിട്ടിയത്. പക്ഷെ അവിടെ അങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ട്, ഈ പെട്ടെന്ന് എടുത്ത് വെച്ചാൽ പരിപ്പാട അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പപ്സ പോലത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ. കുറേ സ്ഥലത്ത് പഴംപൊരിയൊക്കെ ഉണ്ടാവും നോക്കി, ഒരു സ്ഥലത്തും ഇല്ല. എന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. ഇപ്പം ഇപ്പുറത്തെ സൈഡിലേക്ക്, അങ്ങോട്ട് പോകാൻ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു 4 കിലോമീറ്റർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത കിട്ടുന്നത്. ഒരു പഴംപൊരി കട കണ്ട് എൻ്റെ അവിടെ കയറിയപ്പോൾ ഒരു പഴംപൊരിയും കഴിച്ച് ഒരു ചായ അടിക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പോൾ ടോട്ടൽ ഒരു 20-28 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ആര്യങ്കാവ് സൈഡിലോട്ട് പോയതുകൊണ്ട് ഫുഡൊക്കെ എങ്ങനെയാണെന്ന് ഏകദേശം അറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നു. പൊറോട്ടയിലും ചിക്കൻ കറിയിലും അവസാനിച്ചു. രാത്രി ആയപ്പോഴേക്കും അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു. പുറത്തുണ്ടായിരുന്ന ചേഴ്സിൽ നമ്മൾ കുറച്ച് നേരം പോയിട്ടിരുന്നിട്ടുണ്ടായി. മോർണിംഗ് നമ്മൾ എഴുന്നേറ്റു. നമ്മൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇറങ്ങണം. എഴുന്നേരം 9 മണിയായി.
ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കോംപ്ലിമെൻ്ററി അല്ല, അവർ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഇതിൽ ഒരു ചെയറെല്ലാം അറേഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2-3 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, പുട്ടും അപ്പോൾ ഇത്രയാണ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പം പുട്ടും മുട്ടക്കറി ഗ്രീൻ പീസ് പറഞ്ഞിട്ടുണ്ട്. ഇതാണുള്ളത്. ബാക്കി എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കഴിച്ചിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ ഏകദേശം 11 മണിയായി. 11 മണിക്ക് ചെക്കൗട്ടായി. സാധനങ്ങളെല്ലാം വണ്ടി കയറ്റി നമ്മൾ നേരെ കഴക്കൂട്ടം വീട്ടിലേക്ക് പോവാണ്, ട്രാവലത്തേക്ക്. നമ്മൾ യാത്ര കഴിഞ്ഞ് ഇവിടെ ട്രിവാൻഡ്രത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളപ്പം കറക്റ്റ് ഉച്ചയായി, 1:40 അപ്പം എന്തെങ്കിലും കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇവിടെ കഴക്കൂട്ടത്തും ട്രിവാൻഡ്രത്തൊക്കെ ആയിട്ടുള്ളവർക്ക് അറിയാം, മലബാർ കിസയാണ്. മലബാർ കിസയായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. കാണിച്ചു തരാം. ചിക്കനൊക്കെ കിടന്ന് ഉരുണ്ട് മറിയുന്നുണ്ട്. ഉയ്യേ. മലബാർ കിസയിലത്തെ കല്യാണ ബിരിയാണി ഭയങ്കര അടിപൊളിയാണ്, എസ്പെഷ്യലി ബീഫ്. അപ്പോൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ വന്നപ്പോഴേക്ക് തീർന്നിട്ടുണ്ടായിരുന്നു. സോ അടുത്ത ചോയ്സ് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ നെയ്ച്ചോറും കോഴി പൊരിച്ചതും പിന്നെ നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയാണ് പറഞ്ഞത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല സാധനമാണ്. നമ്മൾ നേരത്തെ കഴിച്ചു പോയിട്ടുള്ളതാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു നേരത്തെ കഴിച്ചപ്പോഴത്തേക്കും. ഇപ്പോഴും ആ സെയിം ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയണമല്ലോ. സോ നമ്മളത് തന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ബില്ല് അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ. നമ്മളങ്ങനെ അവിടുന്ന് ഇറങ്ങി നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തി. നമ്മുടെ വീട്ടിലേക്ക് കയറുന്ന വഴിയാണിത്. ഇവിടെ നോക്കിയപ്പോഴേക്കും നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ ഉണ്ടായിരുന്നില്ല. 2 പ്രാവശ്യം നോക്കി. പിന്നെ നമ്മൾ തന്നെ കീ എടുത്ത് ഗേറ്റൊക്കെ ഓപ്പൺ ആക്കി. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ വീട്ടിലെത്തി. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒറ്റ ദിവസത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ചാടിയേറി പോയതാണ്. സംഭവം ഓക്കെ. പക്ഷെ മനസ്സിലായത് എന്താ വെച്ചാൽ, തെന്മല എന്ന് പറഞ്ഞ ഒരു സ്ഥലം നമുക്ക് ആക്ച്വലി ഒരു എന്താ പറയുക, ഒന്നെങ്കിൽ ഒരു രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന സെറ്റപ്പിൽ ഒറ്റ ദിവസം കൊണ്ട് സ്ഥലമൊക്കെ കവർ ചെയ്ത് പോരുക എന്നുള്ള സെറ്റപ്പിൽ. അതല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേ ഒക്കെ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് പോയി സ്റ്റേ ചെയ്ത് കുറച്ച് ബാർബിക്യൂം അതുപോലെ സെറ്റപ്പൊക്കെ ചെയ്ത്, അങ്ങനെ പറയാനുള്ള കാര്യം ഞാൻ പറയാം. ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെ നോക്കി, നിങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നോക്കി, അങ്ങനെയൊക്കെ സെറ്റാക്കി അങ്ങനെ അടിച്ചു വലിച്ചു പോരാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ്. നമ്മൾ 2 പേരൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കപ്പിൾസൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ പോയിട്ട് വൈകിട്ട് വരിക എന്നുള്ള ഒരു സ്ഥലമേ ഉള്ളൂ. അങ്ങനെ പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും അവിടെ നിന്ന് ഫീൽ ചെയ്തില്ല. സ്ഥലങ്ങളില്ലെന്നല്ല, ഈ പറയുന്ന അഡ്വഞ്ചർ സോണ്, എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ അവിടെ കുറേ സ്ഥലങ്ങളുണ്ട്. നമുക്ക് അതിൻ്റെയൊക്കെ ഒരു പ്രൈസ് ലിസ്റ്റൊക്കെ ഞാൻ ആഡ് ചെയ്തേക്കാം. സ്ഥലങ്ങളുണ്ട് അങ്ങനത്തെ. പക്ഷേ നമുക്ക് എന്താ പറയുക, ഒരു നൈറ്റൊക്കെ സ്റ്റേ ചെയ്ത് പോരാൻ പറ്റിയ ഒരു സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം ക്ലൈമറ്റിൻ്റെ ബേസിലാണെങ്കിലും നമുക്കിപ്പോൾ വാഗമണ് അല്ലെങ്കിൽ ഒരു കുട്ടിക്കാനൊക്കെ പോകുന്ന പോലെ ഒരു രാവിലെ മഞ്ഞൊക്കെ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെയൊന്നും നമുക്ക് പോകാൻ പറ്റിയ സമയത്ത്. അതിന് ചിലപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ആവാം. തന്മലത്തെ ഇഷ്ടം പോലെ ഒരു പച്ച പിടിച്ച് കിടക്കുന്ന ഒരു സെറ്റപ്പൊക്കെ നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല. മെയിനായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര ഒരു ഡ്രൈ ലാൻഡ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ ആ വണ്ടി പോകുന്ന കുറേ വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഉണ്ടല്ലോ. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കുറേയൊക്കെ എന്താ പറയുക, ഒരു പക്ക ഒരു ഡ്രൈ ഏരിയയിൽ കൂടെ നമ്മൾ പോകുന്ന പോലെയാണ്. ഏറ്റവും മെയിൻ കാര്യം ഫീൽ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഇവിടെ മുക്കിന് ചായക്കടകൾ ഒക്കെ ആയിട്ട് ഇരുന്ന് ഒരു ചായ ഒരു കടി അത് മതി വൈകുന്നേരത്തേക്കൊക്കെ. പക്ഷെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ തപ്പണം അവിടെ. അതേപോലെ ഒരു സ്ഥലമാണ്. അതൊന്നും മറ്റേ ബ്ലെയിം ചെയ്ത് പറയണമല്ല, ആ ഒരു അവിടുത്തെ ഒരു ഏരിയയുടെ ഒരു ഇതായിരുന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം നമുക്ക് ഫീൽ ചെയ്ത്. അതൊക്കെ ഒരു ജംഗ്ഷനിൽ ചിലപ്പം 1, 2, 3 ബേക്കറികളോ ചായക്കടകളോ അങ്ങനത്തെ സ്നാക്സ് ഒക്കെ ആയിട്ടുള്ള കടകളുണ്ടാവും. പക്ഷെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 കടകളുള്ള ഒരു ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 5 ലോട്ടറി കട ഉണ്ടാവും. 4 കടയ്ക്കകത്തും 1 ഷെഡ് കെട്ടിയവർ ഇടും. അതേപോലെയാണ് അവിടെ അടുപ്പിച്ച് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ആര്യങ്കാവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഒരു ചായ കുടിച്ചെന്ന് പറഞ്ഞിട്ടായിരുന്നു. ചായ കുടിച്ച് വേറെ സ്ഥലത്ത് പോയിട്ടാണ് സ്നാക്സ് കിട്ടിയെന്ന് പറഞ്ഞിട്ടായിരുന്നു. അവിടെ ആര്യങ്കാവിൽ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ ചായക്കടയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചായ ഉണ്ട്, ചായ ഒരു ഓപ്ഷൻ ആയിട്ട് അവിടെ വെച്ചേക്കുന്നതാണ്. പക്ഷെ ലോട്ടറിയാണ്. അവിടെ
ആ ക്ലിപ്പൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നത് അഭിനയ ചായ കുടിക്കുന്നതിൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നമുക്ക് നോക്കി മനസ്സിലാവും ഫുള്ള് ലോട്ടറിയാണ്. എല്ലായിടത്തും ഇങ്ങനെ ലോട്ടറി അടിക്കി വെച്ചേക്കാണ്. അവിടെ ഫുള്ള് ലോട്ടറിയാണ് സെറ്റപ്പ്. എനിവേസ്, അപ്പം തെന്മല പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ക്ലൈമറ്റ് നോക്കുക, 2 നിങ്ങളുടെ ഗ്രൂപ്പാണെന്ന് നോക്കുക. ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ളൊന്ന് ബാർബിക്യൂക്കെ സെറ്റ് ചെയ്ത് സെറ്റപ്പ് ആകാനുള്ള പരിപാടി നോക്കുക. അതല്ല കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസോർട്ട്, നല്ലൊരു റിസോർട്ട്, അവിടെ കുറച്ച് ആക്ടിവിറ്റീസും ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റിസോർട്ട് നോക്കിപ്പോൾ. നമുക്കിപ്പോൾ പോയപ്പോൾ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ കിട്ടിയ ഒരെണ്ണം എടുത്തു. അവിടെ ഒന്നും ഫുഡൊന്നും കോംപ്ലിമെൻ്ററി അല്ല. നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ നമ്മൾ കുറച്ചധികം പോകേണ്ടി വന്നു. ഇന്നലെ വേടിയിട്ടുണ്ടായിരുന്നല്ലോ, ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പൊറോട്ടയിലും ചിക്കൻ കറി, അതിനകത്ത് നമ്മൾ വൃത്തികടയേണ്ടി വന്നു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കോംപ്ലിമെൻ്ററി അല്ല, അവിടെ നിന്ന് വേറെ കടയിൽ നിന്ന് സെറ്റാക്കി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും എക്സ്ട്രാ പേയ്മെൻറ്റ്. അങ്ങനെ മൊത്തത്തിലൊരു സെറ്റായില്ല. പക്ഷെ ആകെനകത്ത് വൈബായിട്ടുണ്ടായിരുന്ന നല്ല റോഡാണ്, വണ്ടി ഓടിച്ച് പോകാനായിട്ട് നല്ല രസമാണ് വഴി. അപ്പോൾ ആ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു. മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്ന ഒരു കാര്യം, നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ അഡ്വഞ്ചർ സോണിൽ ചെന്നിട്ട് നമ്മൾ അതിനകത്ത് കയറാനായിട്ട് ചെന്നപ്പോഴത്തേക്കും വരുന്ന ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ എവിടെയെന്നുള്ള രീതിക്ക് അന്വേഷിച്ചപ്പോഴത്തേക്ക് വരുന്നത് ടിക്കറ്റ് എടുക്കാനായിട്ട് ഇതിന് മുന്നേ നമ്മൾ കണ്ട മറ്റേ കല്ലർ ഡാമൊക്കെ കണ്ടില്ല, കല്ലർ ഡാമിൻ്റെ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി ഒരു 1.5 കിലോമീറ്റർ പുറകോട്ട് പോയിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് തിരിച്ച് വരണം. അപ്പം നമുക്ക് ആ ഒരു ടൈം അവിടെ കളയാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ റിസോർട്ടിൽ പോവുക എന്നുള്ള, റിസോർട്ടല്ല ഹെറിറ്റേജിലേക്ക് പോവുക എന്നുള്ളൊരു മൈൻഡിലായതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ കയറാൻ പറ്റിയില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെന്മല ഇന്നലെ പോയതിനകത്ത് ആകെ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിരിക്കുന്നത് ഈ കല്ലട ഡാം മാത്രമേ ഉള്ളൂ, ഒരു പ്രോപ്പർ ഏരിയ എന്നുള്ളത്. പിന്നെ നമ്മൾ താമസിച്ചെടുത്ത് പിന്നെ അവിടുത്തെ ഒരു ആ സ്ഥലത്തെ ഒരു രീതികളൊക്കെ മനസ്സിലാക്കാനേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോക്കകത്തുള്ളത്. അപ്പോൾ അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ബൈ.